നമസ്കാരം. സോഷ്യൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. 2018, 2019, 2020 വർഷങ്ങളിൽ മോഡൽ പരീക്ഷയ്ക്കും ഫൈനൽ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം, SSLC പരീക്ഷ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പല ചോദ്യങ്ങളും പലപ്പോഴും ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒരു ചാപ്റ്ററിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതിലൂടെ കഴിയുന്നു. ഈ ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്, ആ ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്. സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അതുപോലെ 2019 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ റിമോട്ട് സെൻസിങ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. അതും 4 മാർക്കിൻ്റെ ചോദ്യമാണ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ് പ്ലേസ് വിതൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഓൺ ദ ബേസ് ഓഫ് പ്ലാറ്റ്ഫോം, റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏറിയൽ റിമോട്ട് സെൻസിങ് ആൻഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. 2020 മാർച്ച് മാസത്തെ ചോദ്യം ഇതാണ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ കേപ്പബിലിറ്റി ഓഫ് ബഫർ അനാലിസിസ് ഇൻ ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. ലിസ്റ്റ് ദ അതർ അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ എന്താണ് ഈ ബഫർ അനാലിസിസ്, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് എഴുതണം. എ സർക്കുലർ സോൺ ക്രിയേറ്റഡ് അറൗണ്ട് എ പോയിൻറ്റ് ഫീച്ചർ or a parallel zone created aside a linear feature in buffer analysis is called buffer zone. Suppose if we want to find out the number of houses located within 3 kilometer radius of our school, the possibility of buffer analysis can be used effectively. Overlay analysis, network analysis എന്നിവയാണ് മറ്റ് അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ്. ഇനി നമുക്ക് മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം. ഓരോ വർഷവും മോഡൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ SSLC ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ 2018 ഫെബ്രുവരി മാസം മോഡൽ പരീക്ഷയിൽ ഈ അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യം ഇതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണിത്. ഇതിനെങ്ങനെയാണ് ആൻസർ എഴുതുന്നത് എന്ന് നോക്കാം. ആൻസർ ഇതാണ്. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആർ ദ സാറ്റലൈറ്റ്സ് ദാറ്റ് മൂവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എർത്ത്സ് റൊട്ടേഷൻ. ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് അതിനോടൊപ്പം മൂവ് ചെയ്യുന്ന ഉപഗ്രഹങ്ങളെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അഥവാ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ ഓർബിറ്റ് ദ എർത്ത് അറ്റ് ആൻ എലിവേഷൻ ഓഫ് അബൌട്ട് 36,000 കിലോമീറ്റർ എബവ് ദ എർത്ത്. 1/3 ഓഫ് ദ എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ് കറസ്പോണ്ട്സ് ടു ദ സ്പീഡ് ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, ഇറ്റ് കോൺസ്റ്റൻ്റ്ലി എബവ് എ സ്പെസിഫിക് പ്ലേസ് ഓൺ ദ എർത്ത്. ഇത്രയും ഇതിന് ആൻസറായിട്ട് എഴുതണം. 4 മാർക്ക് ലഭിക്കും. 2019 ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിനേഷന് ചോദിച്ച ചോദ്യം ഇതാണ്. ഹൗ ആർ സാറ്റലൈറ്റ് ഇമാജറീസ് പ്രിപ്പയർഡ്? വാട്ട് ഈസ് സ്പേഷ്യൽ റെസൊല്യൂഷൻ? സാറ്റലൈറ്റ് ചിത്രങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്?
സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മാർക്കിൻ്റെ ചോദ്യം. ആൻസർ: different types of scanners capable of recognizing specific areas in the electromagnetic spectrum are mounted on the artificial satellites. These scanners recognize the different objects on the basis of their spectral signatures and transmit the data to the ground control stations in digital form. These are analyzed with the help of computers and transformed into images. These are known as the satellite imageries. The size of the smallest object on the earth that can be recognized by the sensor is the spatial resolution of that sensor. 2020 ഫെബ്രുവരി മാസം നടന്ന മോഡൽ എക്സാമിനേഷന് ചോദിച്ച ചോദ്യം ഏതാണെന്ന് നോക്കാം. വാട്ട് ഈസ് ഏരിയൽ റിമോട്ട് സെൻസിങ്? എക്സ്പ്ലെയിൻ ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. The method of obtaining photographs of the Earth's surface continuously from the sky by using cameras mounted on aircraft is known as aerial remote sensing. എയർക്രാഫ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടു കൂടി ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ തുടർച്ചയായ ചിത്രങ്ങൾ എടുക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇൻ ഈച്ച് ഏരിയൽ photograph, nearly 60% of the places depicted in the adjacent photo is included. This is done for ensuring continuity and to obtain three-dimensional vision with the help of stereoscope. This is called overlap in aerial photographs. Aerial photography ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 2 ചിത്രങ്ങളിൽ അതിൻ്റെ അടുത്ത് വരുന്ന ചിത്രങ്ങളുടെ 60% ഉൾക്കൊണ്ടിരിക്കും. This is called overlap in aerial photographs. 2 such photographs of adjoining areas with overlap are called a stereo pair. അടുത്തടുത്ത് വരുന്ന ഇത്തരത്തിലുള്ള 2 ചിത്രങ്ങളെയാണ് ഒരു സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. When viewed through a stereoscope, we get a 3-dimensional view of the area depicted in the stereo pair. ഒരു സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ആ പ്രദേശത്തിൻ്റെ ത്രിമാന ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യവും. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് എന്ന അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ 3 വർഷങ്ങളിൽ മോഡൽ പരീക്ഷയ്ക്കും ഫൈനൽ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.